പോയൊന്നും ഇല്ലായിരുന്നടാ. ഇന്ന് രാവിലെയാ പ്രിയാന്റിയെ നീലുവിനെ ഞങ്ങള് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടത്. നീലുവോ? അതാരാ? അത് നമ്മുടെ പ്രിയാന്റിയുടെയും രാജനങ്കളുടെയും മോള നീലാംബരി എന്നാ പേര്. ഞങ്ങള് നീലു എന്നാ വിളിക്കുന്നത്. നീ അവിടെ പരിചയപ്പെട്ടിട്ടില്ലല്ലേ? അവിടെ നാളെ വരും, നമുക്ക് നാളെ പരിചയപ്പെടാം. മതി സംസാരിച്ചിരുന്നത്, ഇപ്പൊ തന്നെ കുറെ നേരമായി. 3 പേരും പോയി കിടക്കാൻ നോക്കൂ. അയാൾ ആരാ? എത്ര മോശമായിട്ട് അയാൾ എന്നെ പറ്റി സംസാരിച്ച്. നീ വൃത്തികെട്ടവന്റെ മോന്ത എന്റെ മുമ്പിൽ കാണല്ലേ എന്റെ ഭഗവാനെ. ചേച്ചി, എന്റെ ജോലിയൊക്കെ കഴിഞ്ഞു, ഞാൻ ഇറങ്ങുവാന്ന്. ശരി. ശരി നീലു, നീ ഇറങ്ങിക്കോ. പിന്നെ നാളെ നേരത്തെ വരാൻ നിൽക്കണ്ട കേട്ടോ, ഞങ്ങള് അമ്പലത്തിൽ പോവാ. അപ്പൊ നീ ഒരു ഉച്ചയൊക്കെ കഴിയുമ്പത്തേനാലും വന്നാ മതി. ഇന്നത്തെ നിന്റെ ജോലി കഴിഞ്ഞു അല്ലേ? പിന്നെ ഇപ്പൊ നീ അങ്ങോട്ട് പോകാൻ ഇറങ്ങിയേ? എന്റെ നീലു, നിന്റെ ഈ അവസ്ഥ കാണുമ്പോ സങ്കടമുണ്ട്. പക്ഷെ ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുവാടാ? എന്ത് തീരും നിന്റെ ഈ ഓട്ടപ്പാച്ചിലൊക്കെ? അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലടാ. പിന്നെ എനിക്കിന്ന് കടയിലൊന്ന് കയറണം, അതിന് ഞാൻ ഇറങ്ങിയതാ. എന്നാ ശരി, ഞാൻ പോവാ. വൈകിട്ട് അമ്പലത്തിൽ വെച്ച് കാണാം. ആടാ ശരി, നീ എന്നാ നോക്കിപ്പോവേ. കഷ്ടം, എത്ര നന്നായിട്ട് പഠിച്ചിരുന്നതാ അവള്. ഇപ്പോ അവളുടെ വിധി കണ്ടില്ലേ? നീ നോക്കിക്കോ, അവൾ പ്രാർത്ഥിക്കുന്നതിനൊക്കെ എന്തെങ്കിലും ഒരു ബലം കാണാതിരിക്കില്ല. ദൈവം അവളെ അങ്ങനെ കൈവിടില്ല. നീലാംബരി അവിടെ നിന്നേ. എന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് എത്ര വർഷമായി? നിനക്ക് വല്ല ബോധമുണ്ടോ? ഇനി എന്നാ നീ ആ പൈസ എനിക്ക് തിരിച്ചു തരാൻ പോകുന്നത്? ചേട്ടാ, പൈസയുടെ കാര്യം ഞാൻ മറന്നിട്ടല്ല. പക്ഷേ അമ്മയ്ക്ക് അസുഖം കൂടുതലാ. അപ്പോ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടതും കൊണ്ട് എന്റെ കയ്യിൽ കാശൊന്നും ഇല്ലാത്തത്. ഞാൻ എത്രയും വേഗം തിരിച്ചു തരാം. നിന്റെ കാശില്ലല്ലേ? ആ ബാഗ് നീ കൊണ്ട് കാണിച്ചേ, ഞാൻ നോക്കട്ടെ നിന്റെ കാശുണ്ടോ ഇല്ലയോ എന്ന്. ഇവിടെ താടി. എന്റെ ദൈവമേ, ഇത്രയും പൈസ കൈ വെച്ചിട്ടാണോ നീ പറഞ്ഞ നിന്റെ കാശില്ലെന്ന്? നാണം ഉണ്ടോ നിനക്ക്? എല്ലാരും കേക്കട്ടെ ഇവള് കാണിക്കുന്നത് എന്താന്ന്. നാണം ഉണ്ടോ നിനക്ക്? എന്റെ കയ്യിൽ പൈസ മേടിച്ചിട്ട് ഞാൻ തിരിച്ചു പൈസ ചോദിച്ചപ്പോ അവള് പറയാം അവളുടെ പൈസ ഇല്ലെന്ന്. നിങ്ങൾ നോക്ക്, ഈ പേഴ്സിൽ ഇത്രയും പൈസ വെച്ചിട്ട് അവള് പറയുന്നു അവളുടെ ഈ പൈസ ഇല്ലെന്ന്. ചേട്ടാ, ആ പൈസ എടുക്കല്ലേ. എന്റെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പൈസയാത്. എനിക്കത് തിരിച്ചതാ. ഇത്രയും പൈസ കൈ വെച്ചിട്ട് നീ ഓരോ കള്ളത്തിനെ പറഞ്ഞോണ്ട് വരുമ്പോ ഇനി ഞാനത് വിശ്വസിക്കണം അല്ലേ? ഇവിടെ താടി. എന്റെ ദൈവമേ, അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വെച്ച കാശ് ഇനി ഞാൻ എന്ത് ചെയ്യും? നാണമില്ലല്ലോ നിനക്ക്? ഇന്നലെ ഞാൻ കണ്ടപ്പോ വേറൊരുത്തനായിരുന്നു, ഇന്നതാ അടുത്തൊരുത്തൻ. എത്ര പേരുടെ കയ്യിൽ നീ ഇങ്ങനെ കാശ് മേടിച്ചിട്ടുണ്ട്? ഇനി എത്ര പേരുണ്ട് നിന്റെ ലിസ്റ്റിൽ ഇതുപോലെ? ഓരോന്ന് പറയുമ്പോ സൂക്ഷിച്ചും കണ്ടും പറയണം. തനിക്കിതിന് മുമ്പ് എന്നെ അറിയത്തൊന്നുമില്ലല്ലോ. പിന്നെ താൻ എന്തിനാണ് എന്റെ പുറകെ നടത്തിങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ട് നടക്കുന്നത്? നീ എന്നെ അടിച്ചല്ലേ? ഈ ത്രിവിക്രം ആരാ നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ വിക്രം, നീ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു? കുറെ നേരമായല്ലോ നീ പോയിട്ട്. നിന്നെ നോക്കി ഞങ്ങൾ എത്ര നേരമായെന്നറിയോ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. നീല് വന്നിട്ടുണ്ട്, വാ നിനക്ക് പരിചയപ്പെടണ്ടേ? നീ ഇവിടെ ഇരിക്കുന്നീലു. അക്കു ഇപ്പൊ വിക്രത്തെ കൊണ്ടുവരും. അവനാ ഞങ്ങളീ മൂത്തത്. പിന്നെ എന്റെ മൂത്തത് അവനാ. ഞങ്ങള് ട്വിൻസാ. അമ്മ പറഞ്ഞ് നിനക്കറിയാലോ. ദാ വിക്രം വന്നല്ലോ. വിക്രം, ദാ ഇതാ ഞങ്ങളുടെ നീലു. വിക്രം, ദാ അവിടെ നിക്ക്.
ഇവനിതെന്ത് പോക്കാ പോയത്. നീലു, നീ അത് കാര്യമാക്കണ്ട, അവനിടയ്ക്ക് അങ്ങനെ. മോളെ നീലു, നീ അത് വിട്, അവൻ ഇരിക്കുന്നിരിപ്പി അങ്ങനെ. പിന്നെ ആന്റി എന്താ വരാഞ്ഞേ? അത് പിന്നെ ചേട്ടാ, വൈകിട്ട് ഞാനും അമ്മ അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ അമ്പലത്തിലേക്ക് നേർച്ച കൊടുക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുണ്ടായിരുന്നു. അത് കാരണം അമ്മ വരാഞ്ഞത്. പിന്നെ വൈകിട്ടത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താമസിച്ചേ വീട്ടിൽ വരത്തുള്ളൂ. ആ, അമ്മയും പറയുന്നത് കേട്ടായിരുന്നു അമ്പലത്തിലോട്ട് വരണമെന്നൊക്കെ. അച്ഛാ, അമ്മേ, നിങ്ങൾ ഇങ്ങോട്ട് വേഗം വന്നേ. എന്തിനാ തേച്ചു ഇങ്ങനെ കടന്ന് അലച്ചു പോകുന്നേ? തേജു മോനെ, എന്നാ പറ്റി? എന്താ കാര്യം പറ. അതമ്മേ, പ്രിയാന്റി. എന്താ മോനെ, പ്രിയക്ക് എന്ത് പറ്റി? അച്ഛാ, പ്രിയാന്റിക്ക് പെട്ടെന്ന് വയ്യാതെയായി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കുവാ. കടയിലെ അങ്കിളാ പറഞ്ഞേ. അല്ല, ഏത് ഹോസ്പിറ്റലിലാ കൊണ്ടുപോയേക്കുന്നേ? നമ്മുടെ ഹോസ്പിറ്റലിലോട്ടോ കൊണ്ടുപോയേക്കുന്നേ. നമുക്കും വേഗം അങ്ങോട്ട് പോകാം. എന്താ വിക്രം, എന്താടാ? എടാ അക്കു, അത് പിന്നെ മോളെ നീലു, പെട്ടെന്ന് എന്താ ബ്രേക്ക് പറ്റിയത്? എനിക്കറിയില്ല പെട്ടെന്ന് എന്താ പറ്റിയെന്ന്. മോളെ നീലു, നീ ഇങ്ങനെ കരയാതെ, ഒരു കുഴപ്പം വരത്തില്ല അവക്ക്. സത്യപ്രിയയുടെ ആരാ കൂടെ ഉള്ളത്? അല്ല പ്രതാപ് സാർ, നിങ്ങൾ ഇവിടെ? അതൊക്കെ ഞാൻ പറയാം ഡോക്ടർ. ഇപ്പൊ സത്യപ്രിയക്ക് എങ്ങനെയുണ്ട്? ഐ എം സോറി സാർ, ഇവിടെ കൊണ്ടുവന്നപ്പോഴേ ക്രിട്ടിക്കൽ ആയിരുന്നു. പിന്നെ ഞങ്ങൾ പറ്റുന്നതിന്റെ പരമാവധി നോക്കി. ബട്ട് ഷീ ഈസ് നോ മോർ. നീ ഇങ്ങനെ കരയാതെ, ഞങ്ങളില്ലേ മോളെ നിന്റെ കൂടെ. ആദ്യം അച്ഛൻ പോയി, ഇപ്പൊ അമ്മയും. എനിക്കിനി ആരാ ആന്റി ഉള്ളത്? മോളിങ്ങനെ കരയാതിരിക്ക്. എന്റെ ഈശ്വര, എന്റെ മോളെ. അച്ഛാ, ഇനി ആരും വരാനില്ലല്ലോ, ബോഡി എടുക്കാറായെന്നാ അവിടുന്ന് പറഞ്ഞത്. മോളെ നീലു, ബോഡി എടുക്കാറായി. അച്ഛാ, എനിക്ക് പേടിയാകുന്ന അച്ഛാ നീലും തിരിപ്പ് കണ്ടിട്ട്. ഇന്നലെ തൊട്ട് അവളൊരു വക കഴിച്ചിട്ടില്ല. അല്ല അക്കു, നീ വിക്രത്തെ വിളിച്ചിട്ട് കിട്ടിയായിരുന്നോ? ഇല്ലടാ, ഞാൻ ഇന്നലെ നൈറ്റ് തൊട്ട് അവനെ വിളിക്കുക. നിനക്കറിയാലോ അവൻ ബാങ്കോക്കിനുണ്ടാക്കിയ പ്രശ്നം എന്താന്ന്. അതൊന്ന് പൈസ കൊടുത്ത് സെറ്റിലാക്കാൻ ഇന്ന് തന്നെ ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇന്നലെ നൈറ്റ് തന്നെ പോയത്. ഇപ്പൊ ഞാൻ വിളിച്ചിട്ടോട്ട് അവൻ എടുക്കുന്നുമില്ല. ആന്റിയുടെ കാര്യം ഒന്ന് അറിയിക്കാൻ വേണ്ടി ഈ കോള് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവനാണെ എടുക്കുന്നുമില്ല. എന്ത് ചെയ്യാനാന്ന് പറ. മോളെ നീലു, നീ ഇവിടെ ഇനിയും തന്നെ ഇരിക്കണ്ട. വാ, നമുക്ക് വീട്ടിലോട്ട് പോവാം. നിങ്ങൾ പോയിക്കോ ആന്റി. ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. നിങ്ങൾ പോയിക്കോ. നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് ഞങ്ങൾ എങ്ങനെയാ നീലു പോകുന്നത്? അങ്കിൾ പ്ലീസ്, ഞാൻ ഇവിടെ ഇരുന്നോളാം. എനിക്ക് കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം. പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കല്ലല്ലോ, ഇവിടെ എൻ്റെ അമ്മയുണ്ട് കൂടെ. നിങ്ങൾ പോയിക്കോ. പ്രതാപേട്ട, വേണ്ട, അവളെ നിർബന്ധിക്കണ്ട. ഇപ്പോ ഈ ഒരവസ്ഥയില് നമുക്ക് എന്തായാലും പോവാം. അവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയല്ലോ. പിന്നെ മോളെ, ഞങ്ങൾ പോവാ. എന്തേലും ഉണ്ടെങ്കിൽ നീ ഞങ്ങളെ വിളിക്കണേ, വിളിക്കാതിരിക്കരുത്. വേണ്ടായിരുന്നമ്മേ, എന്നാലും അവളെ ഒറ്റയ്ക്ക് അവിടെ ഇരുത്തണ്ടായിരുന്നു. മനസ്സ് തകർന്നിരിക്കുവല്ലേടാ ആ കൂട്ടത്തിൽ. ഇനി നമ്മളും കൂടെ അവളെ വേദനിപ്പിക്കണ്ട. പിന്നെ ഞാൻ അപ്പുറത്തെ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് അവളെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേന്ന്. അവന്റെ കാര്യം എന്തായി? വിളിച്ചിട്ട് കിട്ടിയായിരുന്നോ?
കൊറേ വട്ടം വിളിച്ചമ്മേ, കിട്ടിയില്ല. ദൈവത്തിനറിയാം എവിടെ പോയി കിടക്കുവാന്ന്. പോയ വഴിയല്ലേ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛനും എന്നെ വിട്ടുപോയി. ദേ, ഇപ്പൊ അമ്മയും. അച്ഛൻ പോയ സമയത്ത് അമ്മയുണ്ടല്ലോ എന്നൊരു ആശ്വാസയിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കിനി ആരാ ഉള്ളത്? പെയ്യാതെ വിങ്ങി നിൽപ്പൂവിൻ മേഘം കാത്തു നിൽപ്പൂ ദൂരെ ശ്യാമയാമ്പൂ. ആരാ അവിടെ? എന്താ നീലു, ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചോ? നീയോ? നീ എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നേ? എന്താ നിനക്ക് വേണ്ടത്? എന്താ നീലു ഇത്? എനിക്ക് വേണ്ടത് എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേണ്ട നിന്നെയാ. നിന്നെ ഇങ്ങനെ എന്താ ഞാൻ പിന്നെ ഇങ്ങനെ പുറകെ നടക്കുവോ? എന്റെ അടുത്ത് വരരുത്. എന്റെ അടുത്തെങ്ങാനും വന്ന എന്ത് വർത്താനാ നീലു അത്? പോകാൻ വേണ്ടിയല്ലല്ലോ ഞാൻ കഷ്ടപ്പെട്ട ആരും കാണാതെ ഇവിടെ വരെ വന്നത്. വീടെന്നെ പോടാ. എടി പുല്ലേ, എത്ര ആയിട്ട് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നീ പോയി നിന്റെ വീട്ടിൽ കൊണ്ടുപോയി കാണിക്കണമെന്ന്. നടു റോഡിൽ കിടന്ന അവളുടെ അഴിഞ്ഞാട്ടം. നാണമില്ലേ നിനക്ക്? അല്ല, എങ്ങനാ നാണോ മാനോ കാണുന്നത്? നിന്റെ അമ്മ ഞാനൊന്ന് കാണട്ടെ. ചുമ്മാതാണോ അവർക്ക് വയ്യാതാവുന്നത്? നിന്റെ ഇതുപോലത്തെ നടത്തം കണ്ട് മനസ്സ് നൊന്തായിരിക്കും അവർക്ക് ഓരോ വയ്യാഴിക വരുന്നത്. പോയി ചത്തൂടെ, അവരെങ്കിലും രക്ഷപ്പെടുവല്ലോ. നീ വന്നോ വിക്രം? എത്ര തവണ നിന്നെ ഞങ്ങളെല്ലാം വിളിച്ചെന്ന് നിനക്കറിയാവോ? ഓ വന്നോ? എത്ര വട്ടം നിന്നെ ഞങ്ങൾ വിളിച്ചു വിക്രം? നിന്റെ ഫോൺ എന്തിയേ? നിനക്കൊന്ന് തിരിച്ചു വിളിക്കണം മര്യാദ പോലും ഇല്ലാതായോ? അതെ, എത്ര വട്ടം നിന്നെ വിളിച്ചു. ഒന്നെങ്കിൽ നിനക്കൊന്ന് തിരിച്ചെങ്കിലും വിളിച്ചു വിടായിരുന്നോ? കാര്യമില്ലാതെ ഞങ്ങൾ ആരെങ്കിലും ഇത്രയും തവണ നിന്നെ വിളിച്ചിട്ടുണ്ടോ? ഹാ, നിങ്ങളെല്ലാം എന്തിനാ ഇങ്ങനെ കിടന്ന് ചൂടാവുന്നത്? എടാ, എന്റെ ഫോൺ താഴെ വീണ് പൊട്ടി. അത് ഞാൻ നന്നാക്കാൻ കൊടുത്തേക്കുമായിരുന്നു. ഇപ്പൊ കിട്ടിയതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചത്? ആന്റിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുറഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കുമല്ലോ അവൾ ഈ പാതിരാത്രിക്ക് ഈ സമയത്ത് ഇറങ്ങി നടക്കുന്നത്. വെളി കണ്ടെന്നോ? ആരെ? നീലുനെയോ? നീലുനെ? എടാ, നീ അവളെ എവിടെ വെച്ചാ കണ്ടത്? ആ, അവളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. നിങ്ങളോട് രണ്ടുപേരോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ആ നീലു അവളത്ര നല്ലതാന്ന് എനിക്ക് തോന്നുന്നില്ല. നിർത്തി വിക്രം, നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഇനിയും പറ. എല്ലാവരുടെയും കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് അത് കൊടുക്കാതെ അവരെ പറ്റിച്ചു കിടക്കുന്ന അവളുടെ പണി. എടാ, അതവള് പ്രിയയുടെ ഹോസ്പിറ്റൽ കാര്യത്തിന് വേണ്ടി മേടിച്ച പൈസയാ. മാത്രമല്ല അവള് വീട്ടുജോലിയാ ചെയ്യുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് അവൾ എങ്ങനെ ഇത്രയും കടങ്ങൾ വേഗം കൊടുത്തു തീർക്കുന്നത്? അത് വീട് വിക്രം, നീ അവളെ എവിടെ വെച്ചാ കണ്ടത്? നീ അവളെ കണ്ട് സംസാരിച്ചായിരുന്നോ? ഞാൻ അവളെ കണ്ടായിരുന്നു, സംസാരിക്കുകയും ചെയ്തു. അവളുടെ ഈ കറക്കത്തിന്റെ കാര്യം അവളുടെ അമ്മയെ കണ്ട് പറഞ്ഞു കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എടാ അതിന് സത്യപ്രിയ ആന്റി മരിച്ചുപോയി. അത് പറയാനാ നിന്നെ ഇന്നലെ തൊട്ട് ഞങ്ങൾ വിളിച്ചോണ്ടിരുന്നത്. നീ എന്താ തേജ പറയുന്നേ? പാട്ടും പൂഴിമണ്ണിൽ ഈ ജീവിതം ഇനി ഈ നീലാംബരിക്ക് വേണ്ട. കാലടി പാടും